ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നലൂർ പുതുമനസ് റേഞ്ച് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. നറുക്കെടുപ്പിന് ശേഷം നിയുക്ത മേൽശാന്തി തന്ത്രി മഠത്തിലെത്തി അനുഗ്രഹം വാങ്ങി. 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം 30-ന് രാത്രി അത്താഴപൂജ കഴിഞ്ഞാൽ ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി. ചെങ്ങന്നൂർ മഴുക്കീർ പ്ലാമൂട്ടിൽ കുടുംബക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠാകർമ്മവും നടന്നു. കാഞ്ഞിരങ്കാട്ടിൽ ഇല്ലത്ത് ഗോവിന്ദൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത്. കോഴിക്കോട് മുക്കത്ത് സംസ്ഥാന പാതയിൽ വാഹനാപകടം. മുക്കത്ത് നിന്നും മരീക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസിന്റെ ടയർ പൊട്ടി നിയന്ത്രണം വിടുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബസ് റോഡരികിൽ നിർത്തിയിട്ട പിക്കപ്പ് വാനിൽ ഇടിക്കുകയും പിക്കപ്പ് വാൻ പിന്നോട്ട് നീങ്ങി ഓട്ടോയിലും സ്കൂട്ടിയിലും ഇടിച്ചു. ടയർ പൊട്ടി എതിർദിശയിൽ 100 മീറ്ററിലേറെ നീങ്ങിയ ബസിന്റെ ടയർ ഉരുകിത്തീർന്ന നിലയിലായിരുന്നു. ആലപ്പുഴ പൂച്ചാക്കലിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. പാണാവള്ളി സ്വദേശി ചന്ദ്രപതി കുഞ്ഞമ്മയാണ് മരിച്ചത്. ആലപ്പുഴ പാതിരപ്പള്ളിക്ക് സമീപം നാഷണൽ ഹൈവേയിൽ നടന്ന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു ഇവർ. കണ്ണൂർ വേക്കളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനി മരിച്ചു. വേക്കളം സ്വദേശി ശ്രീകുട്ടിയാണ് മരിച്ചത്. പരിക്കേറ്റ ശ്രീകുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്.